ഏവർക്കും സ്വാഗതം ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകളിലേക്ക്. ദിലീപിനെ കുറിച്ച് പറയാതെ എങ്ങനെയാണ്? കേസ് കോടതിയിലെത്തിയിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പറയാതിരിക്കുന്നത് ശരിയല്ല. അറസ്റ്റിലായ ആദ്യ ദിനം തന്നെ സ്വന്തം അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയ ഫാൻസ് അസോസിയേഷൻകാർ ഇപ്പോൾ ദിലീപിനെ വീണ്ടും സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സ്നേഹം കൊണ്ട് തൽക്കാലം കാര്യമുണ്ടായില്ല. കിടിലൻ വക്കീൽ വാദിച്ചിട്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം കിട്ടിയില്ല. ഒരൊറ്റ പാരഗ്രാഫേ ഉള്ളൂ, ഒന്നും പരിഗണിച്ചിട്ടില്ല. ഗൗരവമുള്ള കുറ്റമായതുകൊണ്ട് ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുക്കാൻ പറ്റില്ല. ദിലീപിനെ അറസ്റ്റ് ചെയ്തത് പോലീസാണെങ്കിലും ഫാൻസിന്റെ ദേഷ്യമെല്ലാം ഇപ്പോൾ മാധ്യമങ്ങളോടാണ്. മാധ്യമങ്ങൾ വെറുതെ പറഞ്ഞ് വഷളാക്കുന്നു എന്നാണ് അവരുടെ പരാതി. പുട്ടുകട തുടങ്ങിയപ്പോഴും സിനിമകൾ റിലീസാവുമ്പോഴും കൊടുത്ത അതേ പബ്ലിസിറ്റി മാധ്യമങ്ങൾ ഇക്കാര്യത്തിലും കൊടുത്തതാണ് പ്രശ്നമായത്. മാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ രക്ഷയുണ്ടോ? നിങ്ങൾ വായിച്ചു നോക്കി അറിയാൻ പറ്റും. നിങ്ങൾ വായിക്കുന്നില്ല, ഒരു തെളിവ് അവരുടെ കയ്യിലില്ല. അതാണ് പറയുന്നത്. ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നത് ദിലീപല്ല, ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന. അത് ഉഗ്രം ഗൂഢാലോചനയാണ്. സ്ക്രിപ്റ്റ് സിനിമയെ വെല്ലുന്ന സ്ക്രിപ്റ്റാണ്. എനിക്ക് കേൾക്കുന്ന പലരും പ്രതി എന്ന് ചേർത്തിട്ടുണ്ട്. ആരോപണമാണ് പ്രതിയല്ല. തെളിവെടുപ്പും കാര്യങ്ങളും കാണുമ്പോൾ ഞാനിതൊന്നും കാണില്ല, കാരണം എനിക്കിതൊന്നും സഹിക്കാൻ. മാധ്യമങ്ങൾ ഇങ്ങനെ കൊള്ളരുതായ്മ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് അവിടെ ദൈവദൂതന്മാരെ പോലെ PR ഏജൻസികൾ സഹായത്തിനെത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തെങ്കിലും സത്യമുണ്ടോ എന്തോ. എന്തായാലും സോഷ്യൽ മീഡിയയിലെ ഈ PR-കാരുടെ കലിപ്പ് മുഴുവൻ മാധ്യമങ്ങളോടാണ്. സർക്കാരിനോടും പോലീസിനോടും അവർക്ക് ലെവലേശം ദേഷ്യമേ. പക്ഷേ ഇങ്ങനെ PR ഏജൻസികൾ ചരട് വലിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ മുഴുവൻ ദിലീപ് അനുകൂല പോസ്റ്റുകളാണ്. സാധാരണക്കാർ മുതൽ സക്കറിയാമാർ വരെ ഉണ്ട് ഈ കൂട്ടത്തിൽ. ആര് എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ മീഡിയ ദിലീപിനെ കുറ്റക്കാരനാക്കാനില്ല. ഇതിനിടെ പുലിവാല് പിടിച്ചത് ആ പാവം അൻവർ സാദത്ത് MLA ആണ്. ദിലീപിന്റെ ചങ്ങായി ആയിപ്പോയി എന്ന പേരിൽ പോലീസ് ഇപ്പോൾ MLA-യെ കുടയുകയാണ്. പോലീസുകാർ ചോദിച്ചപ്പോൾ ദിലീപോ അതാരാ എന്ന വിധത്തിലാണത്രേ. പക്ഷേ സാദത്ത് മറുപടി പറഞ്ഞു. ഒന്ന്, ഞാൻ ദിലീപുമായിട്ട് എന്താണ് എൻ്റെ ബന്ധം? അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വളരെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ് എന്നുള്ള രീതിയിലും അന്ന് പത്രമാധ്യമങ്ങളുടെ തന്നെ പറഞ്ഞ് ആ രീതിയിൽ തന്നെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ദിലീപിനെ ഫോൺ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞു. ഇന്ന രീതിയിലാണ് ഫോൺ ചെയ്തതും പലതവണ ഈ സംഭവം നടങ്ങിയ പിറ്റേ ദിവസം മുതലുള്ള ഫോൺ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ദിലീപിനെ വീട്ടിൽ പോയി കണ്ട കാര്യങ്ങൾ ആദ്യ പ്രാവശ്യം പോയി കണ്ടു. പിന്നീടും ഒരു കണ്ട കാര്യം എല്ലാം കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ഉണ്ടായ സംസാരങ്ങളും എല്ലാം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പൾസർ സുനിയായിട്ട് പരിചയമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് യാതൊരു ബന്ധവും അറിയപ്പോലത്തെ ആളാ എന്ന് അത് സംസാരിച്ചു. അങ്ങനെ സെൻകുമാർ സാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പോലീസിൽ സുരേഷ് ഗോപി കളിച്ച് നടന്നത് സുരേഷ് ഗോപി പോയ പാർട്ടിയിൽ പോകാനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കുമ്മനം സാർ നേരിട്ട് തന്നെ സെൻ സാറിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു. ബുദ്ധിയുള്ളവർ ആദ്യമേ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് നാട്ടുകാരോട് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പോൾ സെൻ സാറിന്റെ ഈ കൊലച്ചതി കണ്ട് തല കറങ്ങിപ്പോയിരിക്കുകയാണ് അക്കൂട്ടർ. പക്ഷെ ഇതിനിടയ്ക്ക് കേസും പുക്കാറുമായി സെൻകുമാർ സാറിന് കുറച്ച് പാടുപെടേണ്ടി വരും. BJP-യുടെ നയങ്ങളെയും സമീപനത്തെയും വീക്ഷണത്തെയും അംഗീകരിക്കാൻ പാർട്ടിയിലേക്ക് വരാം. അല്ല, ആർക്കും വരാം. കാളവാല് പൊക്കുമ്പോൾ തന്നെ അതെങ്ങോട്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമല്ലോ. നമ്മുടെ കുമ്മനഞ്ചി അവസരത്തിനൊത്തുയർന്ന് സെൻകുമാർ സാറിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ്. മിസ് കോൾ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന ആഗ്രഹം ഉള്ളിലൊതുക്കി കഴിയുന്ന സെൻസാറിന് ഇനി എന്തു വേണം? BJP-യുടെ നിലപാടുകൾ സ്വാഗതാർഹമാണോ ഇല്ലയോ എന്ന് പറയേണ്ടത് അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹം ചില നടത്തിയിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളോട് പൂർണ്ണമായും യോജിപ്പ് BJP-ക്ക്. അല്ല, ഭരണോ വേണ്ടയോ എന്നുള്ളത് അത് സാങ്കല്പികമാണ് ആ ചോദ്യം. പക്ഷേ ഭരണോ വേണ്ടയോ എന്നുള്ള കാര്യം അദ്ദേഹം തീരുമാനിക്കട്ടെ. പാർട്ടിക്ക് വ്യക്തമായ നയമുണ്ട്, നിലപാടുകളുണ്ട്, അതോടൊപ്പം തന്നെ കാഴ്ചപ്പാടും. സെൻകുമാർ സാറിന്റെ ഒരു ഗുണവിശേഷമൊക്കെ വെച്ച് പ്രവർത്തിക്കാൻ പറ്റിയ പാർട്ടിയാണ് BJP-ക്ക് തിരിച്ചും ഇതുപോലെ നല്ല ഒരു പ്രവർത്തകനെയും നേതാവിനെയും കിട്ടാനില്ല. BJP-യുടെ നിലപാട് BJP-യിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളുകളെ സ്വാഗതം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. അത് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരായിട്ടുള്ള എല്ലാവരെയും സമീപിക്കാനും അവരെ BJP-യോട് ഒത്ത് കൊണ്ടുപോകാനുമുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ട്. ഇത്രയും നാളും പോലീസായിരുന്നു സേവിച്ച സെൻസാറിന് രാഷ്ട്രീയത്തിൽ കയറിയാൽ റൂട്ട് മാറ്റേണ്ടി വരും. ആ റൂട്ട് പരിശീലിപ്പിക്കാൻ പോകുന്ന നേതാക്കൾ ഏതായാലും സംസ്ഥാന BJP-യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് BJP-ക്ക് അനുകൂലമാണോ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പറയട്ടെ.
അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയട്ടെ, സമയമുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തല്ലേ ഉള്ളൂ. അല്ല, ഒന്ന് BJP-യിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാൻ എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ആ ചുമതലപ്പെടുത്താത്ത ഒരു കാര്യം ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. അക്കാര്യത്തിൽ അദ്ദേഹം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. സെൻസാറിനെ ആരെങ്കിലും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുകയായിരുന്നു നമ്മുടെ MT രമേശ് ജി. ദാ ഇപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നു. സെൻസാറിനെ കൊണ്ട് മുസ്ലിം വിരുദ്ധ വർത്തമാനം പറയിപ്പിച്ചത് ഇതുപോലുള്ള ഏതോ ബുദ്ധികേന്ദ്രമായിരിക്കണം. ഇന്നലെയും ഇന്നുമായിട്ട് വരുന്ന ചില മാധ്യമ വാർത്തകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും ക്രൂശിക്കാനുമുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു. ഇപ്പോൾ സത്യത്തിൽ അതിൻ്റെ വസ്തുത എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാനുള്ള ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയമായിട്ടുള്ള ഏതെങ്കിലും ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് എല്ലാ കാലത്തും BJP നടത്തിയിട്ടുള്ളതാണ്, ഇത് പുതുമയൊന്നുമില്ല. അത് അദ്ദേഹമാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കത്തിടത്തോളം കാലം ആ വിഷയമില്ല. പത്രപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു, അദ്ദേഹമാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. പക്ഷേ എൻ്റെ ഈ സന്ദർശനത്തിന് അതുമായി ബന്ധമൊന്നുമില്ല. പക്ഷേ സെൻസാർ അങ്ങനെ ഉള്ളു തുറന്നൊന്നും നമ്മളോട് പറയില്ല കേട്ടോ. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കറങ്ങിത്തിരിഞ്ഞ് താൻ പറ്റിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേരുകയാണ് എന്ന്. ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ കുറേ നാൾ മാർക്സിസ്റ്റുകാരനായിട്ട് നടന്നിട്ടുണ്ട്. അന്ന് സഖാവ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അവിടെ കാവൽ കിടക്കുന്നവരുണ്ട്. കോൺഗ്രസ്സുകാരനായിട്ട് നടന്നു, BJP-കാരനായിട്ട് നടന്നു. ഇപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നു ആ മൂന്നിലും ഞാൻ ഏതായാലും എത്തിപ്പെടില്ല എന്ന് തോന്നുന്നു. സെൻസാറിൻ്റെ ഈ രാഷ്ട്രീയ ആശയമൊക്കെ നമ്മുടെ മുഖ്യൻ പണ്ടേ തിരിച്ചറിഞ്ഞതാണ്. ആ ചെന്നിത്തല സാറിനോട് പറയുകയും ചെയ്തു. എന്നിട്ടും അവർക്കത് മനസ്സിലായില്ല പോലും. സെൻകുമാർ പഴയ പിടിയിലില്ല കേട്ടോ, വിട്ടുപോയി. ഇപ്പൊ ഇങ്ങോട്ടായി പിടുത്തം. അത് ഓർമ്മ വേണം. പഴയ നില തന്നെ സെൻകുമാർ സ്വീകരിക്കുകയാണ് എന്ന ധാരണയിൽ നിൽക്കരുത്. ആ നില മാറി പുതിയ താവളം സെൻകുമാർ നോക്കുകയാണ്. തെറ്റായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ സംസാരിക്കുകയാണ്. നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി പറയുന്നതാണെന്ന് കണക്കാക്കുക. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ നിങ്ങളെക്കാളും കടുത്ത രാഷ്ട്രീയം നിങ്ങൾക്ക് വേണ്ടിയല്ല ഇപ്പോൾ, നിങ്ങളുടെ കയ്യിലല്ല ഇപ്പോൾ നിൽക്കുന്നത്, മറ്റാളുകളുടെ കയ്യിലായി. അത് ഓർമ്മിക്കണം. അതേ ഞാൻ പറയുന്നുള്ളൂ. CPI എന്ന പാർട്ടിക്ക് കേരളത്തിലുള്ള ശക്തിയെ സംബന്ധിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ആ സംശയം അസ്ഥാനത്താണ്. CPIയുടെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി അങ്ങ് ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നുമൊക്കെ ഇപ്പോൾ ആളുകൾ സംസ്ഥാനത്ത് എത്തുന്നുണ്ടത്രേ. AIYF-ന്റെ സമ്മേളനത്തിന് കൊടി കെട്ടുന്നത് വരെ ഈ അന്യസംസ്ഥാനക്കാരാണ്. പിന്നെ കൊടി കെട്ടുന്നതിന് സ്വല്പം കൂലിയൊക്കെ കൊടുക്കും, അത്രേ ഉള്ളൂ. ഇവിടെയുള്ള പ്രവർത്തകർക്കെല്ലാം ബുദ്ധിജീവികളായതുകൊണ്ട് കൊടി കെട്ടാൻ പോകാനൊന്നും നേരമില്ലല്ലോ. സമ്മേളനത്തിൻ്റെ കൊടി കെട്ടാൻ വരെ അന്യസംസ്ഥാനക്കാരെ ഏൽപ്പിക്കേണ്ട സ്ഥിതിയിലാണെങ്കിലും നമ്മുടെ ചാണ്ടി സാറിന് CPIയെ വലിയ പിടുത്തമാണ്. CPIയുടെ രാഷ്ട്രീയം കണ്ടിട്ട് ചാണ്ടി സാർ കോൾമയിർ കൊണ്ടിരിക്കുകയാണത്രേ. ഭരണമുന്നണിയിലെ ഒരു പാർട്ടിയെ, പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടി ഇങ്ങനെ സ്നേഹിക്കാമോ? CPI പറയുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. കാരണം പിന്നെ ഇന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനും മറ്റും അവരെടുത്തിട്ടുള്ള നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് എടുത്തിട്ടുള്ളത്. പണ്ട് CPIയുമായി ചേർന്ന് ഭരിച്ചു സുഖിച്ച കാലത്തെപ്പറ്റി ഓർക്കുമ്പോഴാണത്രേ ചാണ്ടി സാറിന് കുറെ കൂടി കോൾമയിർ കൊള്ളുന്നത്. പണ്ട് CPIയും കോൺഗ്രസും എല്ലാം കൂടി ഒന്നിച്ച് പ്രവർത്തിച്ച നല്ല നാളുകൾ എല്ലാവരുടെയും മനസ്സിലില്ലേ? അല്ല, ആ നല്ല നാളുകൾ എല്ലാവരുടെയും മനസ്സിലില്ലേ എന്നാണ് എന്റെ ചോദ്യം. കേരള കോൺഗ്രസിന്റെ പകരം എന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇല്ല.
പക്ഷേ കോൺഗ്രസും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും CPIയും എല്ലാം കൂടെ പ്രവർത്തിച്ച നല്ലൊരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. അത് ഇന്നും ജനങ്ങൾ മറന്നിട്ടില്ല. ചാണ്ടി സാറിനുള്ള ഈ മധുരസ്മരണ CPIക്കാർക്കും ഉണ്ടോ എന്നറിഞ്ഞാൽ മതി. ആ മധുരസ്മരണയുടെ പുറത്ത് ഒന്നുകൂടി സംഗമിക്കാനുള്ള ആശ അവർക്കുണ്ടോ എന്ന് അറിയണം. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VSന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം 50ാം വിവാഹ വാർഷികത്തിന്റെ ആഘോഷമായിരുന്നു. ആ ആഘോഷ കാഴ്ചകൾ കാണാം. ഏറ്റവും നല്ല കാലം VSനെ പറ്റി പറയുമ്പോൾ ഭാര്യ വസുമതിക്ക് ചില അനുഭവ കഥകളൊക്കെ പറയാനുണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ പാർട്ടി പരിപാടിയുമായി മുങ്ങിയ VSന്റെ കഥ. കർക്കിടക മാസം പിറ്റേ ദിവസം തുടങ്ങാൻ പോണ ദിവസമായിരുന്നു. മിഥുനം 30 ഈ പറഞ്ഞ ജൂലൈ 17. അതുകൊണ്ട് ജൂലൈ 16. അപ്പം മിഥുനം 30 ആയതുകൊണ്ട് കർക്കിടക മാസത്തിന് മുമ്പ് വീട് താമസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാടക വീട്ടിൽ ഞങ്ങൾ ആദ്യം പോയത്. ഉടനെയൊന്നുമില്ല, പാർട്ടി പരിപാടിക്ക് പോയി VS പോയി. VS വന്നപ്പോൾ 9 മണിയായി രാത്രി. ഞാനപ്പോൾ അതുവരെ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു, VSന്റെ ചേട്ടൻ്റെ വീട്ടിൽ.